ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 1 മുതൽ 10 വരെ. അവർ അംഫിപ്പോലിസിലും അപ്പലോന്യയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യസ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു. അവർ ഒക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. ഫിലിപ്പിയിൽ യഹൂദന്മാരുടെ പള്ളിയില്ലായിരുന്നു. അങ്ങനെ യഹൂദന്മാരുടെ പള്ളി ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തുനിന്നും ഇപ്പോൾ യഹൂദന്മാരുടെ പള്ളി ഉള്ള ഒരു പട്ടണത്തിലേക്ക് പൗലോസും ശീലാസും തിമത്തിയോസും ലൂക്കോസും വന്നിരിക്കുന്നു. തിമത്തിയോസും ലൂക്കോസും അവരുടെ കൂടെ ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. ഏതായാലും അവിടെ അവർ പഴയ രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനം തുടങ്ങി. പൗലോസ് തൻ്റെ 1-ാം മിഷണറി യാത്രയിൽ തൻ്റെ പതിവനുസരിച്ച് എവിടെ ചെന്നാലും അവിടെയുള്ള യഹൂദന്മാരുടെ പള്ളിയിൽ പോയി തിരുവെഴുത്തുകൾ അടിസ്ഥാനപ്പെടുത്തി യേശു ക്രിസ്തു ആണ് മിശിഹ, നസ്രായനായ യേശുവാണ് മിശിഹ എന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കും. ഇവിടെയും അത് തന്നെ ചെയ്തു. താൻ 2 കാര്യമാണ് പ്രധാനമായും അവരോട് പറഞ്ഞത്. ഒന്നാമത്തേത്, ക്രിസ്തു അഥവാ മിശിഹ കഷ്ടം സഹിക്കണം. ഈ കാര്യം പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും യഹൂദന്മാർ അത് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ തയ്യാറായില്ല. കാരണം അവർക്ക് യുദ്ധം ജയിക്കുന്ന ഒരു മശീഹയായിരുന്നു വേണ്ടത്. റോമൻ ഗവൺമെൻറ്റിൻ്റെ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ച് ഒരു നിത്യരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന മിശിഹയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ആ മിശിഹ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. എന്നാൽ പൗലോസ് പഴയ നിയമഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞ കാര്യം അങ്ങനെയല്ല. ക്രിസ്തു മിശിഹ കഷ്ടം സഹിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യേശു ആണ് ആ മിശിഹ. മിശിഹയെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായത് നസ്രായനായ യേശുവിൻ്റെ ജീവിതത്തിലാണ്. പൗലോസ് അവിടെ വെറുതെ പ്രസംഗിക്കുകയായിരുന്നില്ല. വാദിച്ചു, വിവരിച്ചു, തെളിയിച്ചു. ഈ 3 വാക്കുകൾ നമ്മോട് വായിക്കുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും അവരുടെ എതിർന്യായങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കൊടുക്കുകയും ചെയ്ത് കാര്യങ്ങളെ വിവരിച്ച് തൻ്റെ വാദങ്ങൾ അവർക്ക് തെളിയിച്ചു കൊടുത്തു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു മാതൃകയാണ്. പ്രസംഗം കേട്ട ആളുകൾ വിശ്വസിക്കും. എന്നാൽ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ ഇടയിൽ ചില സംശയങ്ങളും ഉണ്ടാവും. ആ സംശയങ്ങൾ എങ്ങനെ അവർ ദൂരീകരിക്കും? പലരും അത്തരം സംശയങ്ങൾ ചോദിക്കുവാൻ അവസരമില്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കും. ആ സംശയങ്ങൾ അവരെ വിശ്വാസത്തിലേക്ക് വരുന്നതിൽ നിന്ന് തടയും. എന്നാൽ ഇത്തരം സംശയങ്ങൾ ചോദിക്കുവാനൊരവസരമുണ്ടെങ്കിൽ, അതിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുമെങ്കിൽ ആളുകൾ വിശ്വാസത്തിലേക്ക് വരും. അതാണ് ഷണ്ണൻ മാനസാന്തരപ്പെടുവാനുള്ള കാരണം.
താൻ വായിക്കുന്നത് തനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഫിലിപ്പോസ് തനിക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ തനിക്കത് മനസ്സിലായി. അത് അയാളെ വിശ്വാസത്തിലേക്ക് നയിച്ചു. അപ്പോൾ പൗലോസ് വാദിക്കുകയും വിവരിക്കുകയും കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സിനഗോഗിലുണ്ടായിരുന്ന യഹൂദന്മാർ ചിലർ വിശ്വസിച്ചു. എല്ലാവരുമല്ല, ഭൂരിപക്ഷ യഹൂദന്മാരും വിശ്വസിച്ചില്ല. എന്നാൽ ചിലർ വിശ്വസിച്ചു. ചിലർക്ക് മനസ്സിലായി ഇയാൾ പറയുന്നത് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ്, തിരുവെഴുത്തുകളിൽ ഇതിന് തെളിവുണ്ട് എന്നവർക്ക് മനസ്സിലായി. അവർ വിശ്വസിച്ചു. പിന്നെ ഭക്തിയുള്ള യവനന്മാർ, അവർ യഹൂദന്മാരല്ല, പക്ഷേ യഹൂദന്മാരുടെ പള്ളിയിൽ വരുന്നവരാണ്, അവർ വിശ്വസിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി, അവർ വിശ്വസിച്ചു. പിന്നെ ചില മാന്യ സ്ത്രീകൾ, അവരും ഈ സിനഗോഗിൽ വരുമായിരുന്നു, അവരും വിശ്വസിച്ചു. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായി. വിശ്വസിക്കാതിരുന്ന യഹൂദന്മാർക്ക് ഇത് അസൂയയ്ക്ക് കാരണമായി. അവരുടെ അസൂയ, ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ കുറഞ്ഞു പോകുന്നു, പൗലോസ് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം. ജാതികളായ ആളുകൾ യഹൂദന്മാരുടെ പള്ളിയിൽ വരുമ്പോൾ അവർ യഹൂദന്മാർക്ക് വിശേഷ സ്ഥാനം നൽകിയിരുന്നു. എന്നാൽ പൗലോസിൻ്റെ സന്ദേശമനുസരിച്ച് ജാതികളായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് യഹൂദന്മാരെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. അത് ഈ യഹൂദന്മാരെ ചൊടിപ്പിച്ചു. അവർ പൗലോസിന് എതിരായി പ്രശ്നമുണ്ടാക്കാൻ ഒരുമ്പെട്ടു. അവർ എന്താണ് ചെയ്തത് എന്ന് നമ്മളോട് വായിക്കുന്നു. അവിടെ മിനക്കെട്ട് നടക്കുന്ന ചിലരെക്കുറിച്ച് വായിക്കുന്നു. അവർക്കൊരു ജോലിയില്ല. അതാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്, ദുഷ്ടന്മാരായ ആളുകൾ. അവർ ദുഷ്ടന്മാരാണ് എന്ന കാര്യം സമൂഹത്തിനറിയാം. അല്ലാതെ 2 ദിവസം മുമ്പ് അവിടെ എത്തിയ പൗലോസിന് എങ്ങനെ അറിയാം ഇവർ ദുഷ്ടന്മാരാണെന്ന്? ആ സമൂഹത്തിനറിയാം ഇവർ ദുഷ്ടന്മാരാണെന്ന്. ആ ആളുകളെ യഹൂദന്മാർ കൂട്ടുപിടിച്ചു. പൗലോസ് പ്രസംഗിച്ച സന്ദേശം തെറ്റാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിക്കാഞ്ഞതുകൊണ്ട് ഈ ദുഷ്ടന്മാരെ കൂട്ടുപിടിച്ച് പൗലോസിനെ ആക്രമിക്കുക, ഇവിടുന്ന് ഓടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ എതിർക്കുവാൻ വേണ്ടി യഹൂദന്മാർ ചെയ്ത ഒരു കാര്യം ഹെരോദ്യരുമായി കൂട്ടുകൂടി എന്നതാണ്. ഹെരോദ്യരെന്ന് പറഞ്ഞാൽ ഹെരോദ രാജാവിൻ്റെ സ്വഭാവമുള്ള അധാർമിക ജീവിതം നയിക്കുന്ന, ഒരു കാരണവശാലും യഹൂദന്മാർക്ക് ഒത്തുപോകാൻ പറ്റാത്ത കൂട്ടരാണ് ഹെരോദ്യർ. എന്നാൽ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി അവർ ഹെരോദ്യരുമായി പോലും കൂട്ടുകൂടാൻ തയ്യാറായി. അതുപോലെ ഇവിടെ മിനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരെ കൂട്ടി പൗലോസിനെ ഇവിടെ നിന്ന് ഓടിക്കുവാൻ അവർ തയ്യാറാവുകയാണ്. അവരെക്കുറിച്ച് വലിയ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി. ആരോപണം എന്താണെന്ന് 7-ാം വാക്യത്തിൽ പറയുന്നു. വായിക്കുന്നത്, യാസോൻ അവരെ കൈക്കൊണ്ടും ഇരിക്കുന്നു, അവർ ഒക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. അപ്പോൾ രാഷ്ട്രീയപരമായി ഇവരെ നേരിടുക, രാഷ്ട്രീയമായി ഒരു അപവാദം പറഞ്ഞ് ഇവരെ ഗവൺമെൻറ്റിന് എതിരാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇവരെ പിടിക്കുവാൻ വേണ്ടി അവർ വന്നു, പക്ഷേ അവരെ പിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ പൗലോസും ശീലാസും താമസിച്ചിരുന്ന യാസോൻ എന്ന ആളുടെ വീട്ടിൽ നിന്ന് യാസോനെ അവർ പിടിച്ചു. യാസോനെ പിടിച്ച് വലിച്ചിഴച്ച് നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടാണ് അവരോട് പറയുന്നത്, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ അവർ ഇവിടെയും എത്തി എന്ന്. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു എന്ന് വായിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമോ, കൈസർ നമുക്കെതിരാകുമോ എന്ന ഭയം തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യാസോന് അവർ നിയമപ്രകാരം ജാമ്യമൊക്കെ കൊടുത്ത് വിടുകയാണ് ചെയ്തത്. തെസ്സലോനിക്കയിൽ 3 ആഴ്ച മാത്രം പൗലോസ് സിനഗോഗിൽ പോയി ദൈവവചനം പ്രസംഗിച്ചു. പക്ഷേ ആ 3 ദിവസം കൊണ്ട് അവിടെ വലിയ കലഹമുണ്ടായി. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സഹോദരന്മാർ പൗലോസിനോട് അവിടുന്ന് പോകാൻ ആവശ്യപ്പെടുകയാണ്. പൗലോസ് അതിന് പ്രകാരം അവിടെ നിന്ന് പോയി. പക്ഷേ ഈ 3 ആഴ്ച കൊണ്ട് തെസ്സലോനിക്കയിൽ സഹോദരന്മാരുണ്ടായി, അവിടെ ഒരു സഭയുണ്ടായി. അത് നമ്മെ അതിശയിപ്പിക്കേണ്ട കാര്യമാണ്. ഈ കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ദൈവം ആളുകൾക്ക് വിശ്വാസം കൊടുത്തു. അവർ ദൈവകൃപ മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അവിടെ ഒരു സഭയുണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ വളരെ നല്ല ഒരു സഭയുണ്ടായി. ആ സഭയുടെ ഗുണങ്ങൾ എന്താണ് എന്നറിയണമെങ്കിൽ തെസ്സലോനിക്ക ലേഖനം വായിച്ചു നോക്കണം. വളരെ ആത്മീയരായ ആളുകളുള്ള ഒരു സഭ അവിടെ ഉണ്ടാകുവാൻ പൗലോസിൻ്റെ ഈ 3 ആഴ്ചത്തെ ശുശ്രൂഷ കൊണ്ട് സാധിച്ചു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി.
ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.